മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുകയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ രൂപത്തിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജാറ വ്യവസായം എക്കാലഘട്ടത്തിലും സമസ്തയുടെ ഒരു വരുമാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഓരോ പുതിയ പുതിയ മഹാന്മാർ മരിക്കുന്ന സമയത്ത് അവരുടെ ഖബറിന് എന്തെങ്കിലുമൊക്കെ പോരിശ ഉണ്ടാക്കാൻ വേണ്ടി അയാൾ വലിയാണ്, അല്ലെങ്കിൽ അയാൾ ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരത്താൻ വേണ്ടി പല കഥകളും ആളുകൾ അടിച്ചുവിടാറുണ്ട്. ഉസ്താദുമാർ അതിൻ്റെ പിന്നാലെയാണ്, അതിൻ്റെ സെർച്ചിലാണ്. എങ്ങനെ ഒരു ഷെയ്ഖിനെ മുരീദാക്കി, അല്ലെങ്കിൽ വലിയാക്കി, അല്ലെങ്കിൽ ഒരു കറാമത്തുള്ള ആളാക്കി ഇങ്ങനെയൊക്കെ മാറ്റാം എന്ന ഗവേഷണത്തിലാണ് മുസ്ലിയാക്കന്മാരെന്നാണ് ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയൊരു ജാറം പൊന്തിയിട്ടുണ്ട്. അതിനു മുമ്പ് മരിച്ച ഒരാളുടെ ജാറവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിയാർ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടാലോ. വഫാത്തിന്റെ സമയം മഹാനായ ഖുർറത്തു സാദാത്ത് പറഞ്ഞ വാക്കെന്താണ്? അതേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്നെ ക്ഷണിക്കുന്നുണ്ട്, എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് എന്നെ വിളിക്കുകയാണ്, എന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണത്! ഖുറാത്തങ്ങൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയെന്ന് ഉള്ള സംഭവങ്ങളാണ് പറഞ്ഞു വരുന്നത്. മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എന്നെ ഇതാ മുഹയ്യിദ്ദീൻ ശൈഖ് വിളിക്കുന്നു, എനിക്ക് യാത്രയാകാനായി എന്നാണ് പറയണത്. അപ്പോൾ ക്ഷണിക്കുന്ന ആരാ? മുഹയ്യിദ്ദീൻ ശൈഖാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ്. ഹുവല്ലദീ യുഹ്യി വ യുമീത് ഫഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അതായത് അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അവൻ്റെ കൽപ്പന പ്രകാരം എന്താണോ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടാകും. അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട വിശ്വാസം. എന്നാൽ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? എനിക്ക് ക്ഷണം വന്നിരിക്കുകയാണ്, എനിക്ക് മരണം എത്തിയിരിക്കുന്നു, അതായത് യാത്ര തുടങ്ങാനായിട്ടുണ്ട്. യാത്രയ്ക്ക് ക്ഷണിക്കുന്നതാരാ? അത് മുഹയ്യിദ്ദീൻ ശൈഖാണ്. അപ്പോൾ മരിപ്പിക്കുന്നത് ആരാണ്? മുഹയ്യിദ്ദീൻ ശൈഖാണ്, തീരുമാനിച്ചത് മുഹയ്യിദ്ദീൻ ശൈഖാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇനി അതിനുള്ള ന്യായം പറയുന്നത് എന്താ? അതുകൂടി കേൾക്കാം. ഔലിയാക്കളുടെ നേതാവല്ലേ, ഔലിയാക്കന്മാരുടെ പ്രസിഡന്റ് അല്ലേ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പോൾ അതാണ് കാരണം. ഔലിയാക്കന്മാരുടെ നേതാവാണ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പവർ കിട്ടിയത് എന്നാണ് പറയുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ രൂപത്തിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അവിടുന്ന് സ്വഹാബത്ത് പോലും അവരുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ജീവിതത്തിൽ സ്നേഹിച്ച ആ സ്വഹാബത്ത് മരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാക്ക് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാർ അവരൊന്നും അങ്ങനെ ഒരു വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ പറഞ്ഞു മരിക്കുന്നതായി എവിടെയും കാണാൻ സാധ്യമല്ല. എന്നാൽ മുഹയ്യിദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ജീവിച്ചു മരിച്ച, 1078 ജനിക്കുകയും 1166 മരണമടയുകയും ചെയ്ത ഇദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ജീവിച്ചവർക്ക് എന്താ അവസ്ഥ? ഇത് ശരിക്ക് സമസ്തക്കാർ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ചില നുണക്കഥകളാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വലിയോ, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മാലകളാണ്. മുഹയ്യിദ്ദീൻ ശൈഖിൻ്റെ മാല, അതിൽ മുഹയ്യിദ്ദീൻ ശൈഖിനോടുള്ള ആദരവ് എന്നുള്ള നിലക്ക് എഴുതി വെച്ച മാലയിൽ കാണാൻ കഴിയുന്നത്, എന്നെ പീഡിച്ചോർക്ക് ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നാണ്. അതുപോലെ തന്നെ എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്കു പറഞ്ഞോവർ. അപ്പോൾ മുരീദായി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പേടിക്കാനില്ല എന്നാണ് അവരുടെ മാലകളിൽ എഴുതി വെച്ച അവരുടെ അടിസ്ഥാനം. ഈ അടിസ്ഥാനം ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ല എന്നും ഇസ്ലാമിന് അന്യമാണ് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവും റസൂലും എന്താണോ കാണിച്ചു തന്നത് ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർക്ക് വിജയമുണ്ട് എന്നാണ്
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നേരായ പാതയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.